കൊച്ചിയിലെ ലേഡീസ് ഹോസ്റ്റലിൽ 4 പെൺകുട്ടികൾ മിസ്സിംഗ് ആയിട്ടുണ്ട്. ഇമ്മീഡിയറ്റ്ലി എല്ലാവരും എല്ലാ സ്റ്റേഷനിലേക്കും മെസ്സേജ് പാസ് ചെയ്യണം. ഓക്കെ സാർ. അമൂർത്തി, എൻ്റെ വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആയി. ഞാൻ ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്. പെട്ടെന്ന് സ്റ്റേഷനിൽ ഒരു വണ്ടി വിട്. സാറ് പോലീസാണല്ലേ? ആ അതെ സാർ, എൻ്റെ പേര് ജോൺ. ഇത് ഞാൻ ഏതൊരു ഫിലിമിൻ്റെ സ്ക്രിപ്റ്റാണ്. സാർ, ഈ സബ്ജക്റ്റ് ഒരു ക്രൈം ത്രില്ലറാണ്. സാറൊരു പോലീസുകാരനല്ലേ? സാർ ഇതൊന്ന് കേട്ടിട്ട് ഒരു ഫീഡ്ബാക്ക് പറയാമോ? എൻ്റെ വണ്ടിയുടെ ബ്രേക്ക് ഡൗൺ ആയി കിടക്കുകയാണ്. സ്റ്റേഷനിൽ നിന്ന് വണ്ടി വരാൻ കുറച്ച് വൈകും. നീ എന്തായാലും പറഞ്ഞു തുടങ്ങിക്കോ. ഓക്കെ സാർ. സാർ, ഈ കഥ നടക്കുന്നത് ഒരു ലേഡീസ് ഹോസ്റ്റലാണ് സാർ. ആ ഹോസ്റ്റലിലെ 4 പെൺകുട്ടികൾ മിസ്സിംഗ് ആവുന്നു. പോലീസ് ഹോസ്റ്റലിനടുത്തുള്ള ഒരു മെഡിക്കൽ ഷോപ്പിലെ CCTV പരിശോധിച്ചപ്പോൾ മിസ്സിംഗ് ആയിട്ടുള്ള 4 പെൺകുട്ടികളിൽ ഒരാൾ പലതവണ ആ മെഡിക്കൽ ഷോപ്പിൽ വന്നു പോയതായി കാണുന്നു. പോലീസ് അന്വേഷണം ആ മെഡിക്കൽ ഷോപ്പിൽ തന്നെ തുടങ്ങി. ഈ പെൺകുട്ടി എന്ത് പിടിച്ച് വാങ്ങാനോടെ വന്നത്? സാറേ, ഈ പെൺകൊച്ചിയുടെ പലതവണ വന്നിരുന്നത് കോണ്ടം വാങ്ങിക്കാനാ. തൊട്ടടുത്തൊരു ലേഡീസ് ഹോസ്റ്റലുണ്ട്. പല പിള്ളേരും ഇവിടെ വാങ്ങിക്കാറുണ്ട്. സാറേ, ഒന്ന് കിടന്നോ? സാർ, ഇത് കേസ് വേറെ റൂട്ടാ. സാറേ, ഇവൾമാരൊക്കെ ഏതെങ്കിലും ഒരുത്തൻ്റെ കാലിൻ്റെ ഇടയിലുണ്ടാവും. കയപ്പ് തീരുമ്പോൾ ഇറങ്ങി വന്നോളൂ. ഇതിൻ്റെ പിന്നാലൊക്കെ നമ്മൾ കേസ് അന്വേഷിക്കാൻ പോയ നാറിന് നമ്മൾ കേരള പോലീസാണ് സാറേ. ഇവിടെ ഹോസ്പിറ്റലുകളിൽ പ്രസവത്തേക്കാളും കൂടുതൽ അബോർഷൻസ് ആണ് സാർ. അതിനായി എത്തുന്ന കൂടുതൽ പേരും സ്റ്റുഡൻസ് ആണ് സാർ. ഒരാളുടെ ജീവൻ എടുക്കുന്നത് ക്രൈമാണെങ്കിൽ അബോർഷൻ ചെയ്ത് ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കുന്നതും ക്രൈം തന്നെയാണ് സാർ. ആ ഹോസ്റ്റലിലെ മിസ്സിംഗ് ആയ 4 പെൺകുട്ടികളും ഇതേ ക്രൈം ചെയ്തവരാണ് സാർ. ആ 4 പേരെയും നായകൻ അല്ല സാർ, വില്ലൻ കൊന്ന് കൊയിച്ചു മൂടുന്നു. ഒരു മിനിറ്റ് സാർ. ആ മിസ്സിംഗ് ആയ 4 പെൺകുട്ടികളൊന്നും ജീവിച്ചിരിപ്പില്ല. അവരെ കൊന്ന കില്ലറിൻ്റെ തൊട്ടടുത്തിരിപ്പുണ്ട്. സ്റ്റേഷൻ നമ്മൾ സ്ക്വാഡിനെ കൊണ്ട് ഇറക്കണം. ഡാ, ഇതിന് ക്ലൈമാക്സ് എന്താ? ആ 4 പെൺകുട്ടികളുടെ ബോഡി അയാൾ എന്ത് ചെയ്തു? ആ 4 പേരെയും ഒരു സെമിത്തേരിൽ കൊണ്ടങ്ങോട്ട് അടക്കി. സെമിത്തേരിയോ? ഏതാ സെമിത്തേരി? അത് ഞാൻ പറയില്ല സാർ. വില്ലന്റെ എൻട്രിയോട് കൂടി കഥയുടെ ഇന്റർവെൽ ബ്ലോക്ക്.